അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്ത നിലയിൽ. മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജിന്റെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ജീവനക്കാരും വെറ്ററിനറി അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുമ്പും ഇവിടെ ആടുകളെ കാണാതായിട്ടുണ്ട്. മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 3 ആടുകളാണ് ഇന്ന് പുലർച്ചെ കൂട്ടിൽ ചത്തുകിടക്കുന്നതായി കണ്ടെത്തിയത്. രാവിലെ 6 മണിയോടെ ജോർജ് കൂട്ടിലെത്തിയപ്പോഴാണ് ആടുകളെ ഏതോ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയതെന്ന് ജോർജ് പറഞ്ഞു. 6 മാസം മുൻപും ഇത്തരത്തിൽ ഒരാടിനെ കൂട്ടിൽ നിന്നും ഏതോ ജീവി കൊണ്ടുപോയതായും ജോർജ് വ്യക്തമാക്കി. ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും കറക്കാൻ വന്നപ്പോഴാണ് കിടക്കണ കണ്ടത്. അപ്പോൾ ലൈറ്റും എല്ലാം കൂടി ഇട്ടിട്ടാണ് സന്ധ്യയ്ക്ക് ഇവിടുന്ന് പോയത്. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദിവസവും ഇവിടെ കറക്കാൻ വരും. കറക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ 3 എണ്ണം ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഒരു 3 മാസം മുമ്പ് ഇതുപോലെ ഒരു കുഞ്ഞിനെ അത് കഴുത്തിൻ്റെ അവിടെ തുറന്നിട്ട് ബ്ലഡ് കംപ്ലീറ്റ് ഊറ്റി കുടിക്കും. കാഞ്ചാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകരെത്തി പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആക്രമിച്ച ജീവിയെപ്പറ്റി പറയാനാവൂ എന്നും കർഷകൻ അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ ആവശ്യമായ മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആർ രതീഷ് പറഞ്ഞു. ഇതിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി അക്ഷയയിൽ ചെന്ന് അപേക്ഷ കൊടുക്കാനുള്ള കാര്യം വേണ്ട വിധം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ വേണ്ട നടപടികൾ പാലിച്ചുകൊണ്ട് ചെയ്ത് നഷ്ടപരിഹാരം കിട്ടുന്നതാണ്. ഇതൊരു അജ്ഞാത ജീവിയാണ്. നമ്മളതിൻ്റെ ഇതിൻ്റെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവിടെ കൊണ്ട് തേക്കടി കൊണ്ട് സയൻറ്റിഫിക്കിൻ്റെ അഭിപ്രായം ചേർന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നതാണ്. സമീപവാസിയ തളച്ചിറ ബാലകൃഷ്ണന്റെ ആടിനും ആക്രമണമേറ്റു. റവന്യൂ ഉദ്യോഗസ്ഥരും വാത്തുക്കുടി വെറ്ററിനറി വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവം ചർച്ചയായതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.